ശബരിമലയിലെ സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കില്ലെന്ന് സഹോദരി മിനി. 2021 പുതിയ പീഠം നിർമ്മിച്ചു നൽകിയത്. കോവിഡ് കാലമായിരുന്നതിനാൽ എന്ത് സംഭവിച്ചുവെന്നറിയില്ല. ദിവസങ്ങൾക്ക് മുൻപാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ വാസുദേവൻ പീഠം പൊതിഞ്ഞ് സീൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നത്. വിജിലൻസ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ എടുത്തുകൊടുത്തു. എന്തുകൊണ്ടാണ് വാസുദേവൻ ഇത് സൂക്ഷിച്ചതെന്ന് അറിയില്ലെന്നും മിനി ജനം ടിവിയോട് പറഞ്ഞു. ശബരിമലയിൽ ദ്വാരപാലക ശില്പം സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനി ദേവിയുടെ ഒപ്പമാണ് ഞാനുള്ളത്. കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഇന്നലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 2019 ഈ ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ടിരിക്കുന്ന ദ്വാരപാലകർ സ്വർണ്ണം പൂശിയത്. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം ദേവസ്വം ബോർഡ് അറിയിച്ചു, പിന്നീട് ഇതിൻ്റെ ഈ പീഠത്തിന് മങ്ങലേറ്റു എന്ന് പറഞ്ഞു. സ്വർണം പൂശിയതായതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യില്ല, ഇളക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ 2 പീഠങ്ങൾ 2 സൈഡിലും ഉണ്ട്. അപ്പോൾ ആ 2 പീഠങ്ങൾ പുതിയതായിട്ട് നിർമ്മിച്ച് അവിടെ കൊണ്ടുവച്ചപ്പോൾ അതെന്തോ സൈസായില്ല എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും 2 എണ്ണം. അപ്പോൾ ഈ ചിലവാക്കുന്ന ഒരാൾക്ക് എന്തുമാത്രം വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാകും എന്നുള്ളത് അറിയാൻ പറ്റാത്ത ആർക്കായാലും. അപ്പോൾ വീണ്ടും 2 എണ്ണം ഉണ്ടാക്കി. അപ്പോൾ ഈ വാസുദേവൻ വഴി 2021 അന്നെന്ന് പറയുമ്പോൾ കോവിഡ് കാലഘട്ടമാണ്. കോവിഡ് കാലഘട്ടത്തിൽ ഒന്ന് കൊണ്ടുവന്ന് വെച്ചാൽ അത് പിന്നീട് ഭയങ്കര ശബരിമലയിലാണെങ്കിലും 10 ദിവസം കഴിഞ്ഞല്ലൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ വാസുദേവൻ്റെ വശമായിരിക്കാം ആരോ വഴി അവിടെ എത്തിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നീട് ഇത് ഇപ്പോൾ കുറേ ദിവസത്തിന് മുമ്പായിട്ട് ഇതിങ്ങനെ എടുത്തപ്പോൾ കോടതിയിലെ അനുവാദം വാങ്ങാൻ പറ്റിയില്ലായിരിക്കും. അതിൻ്റെ പേപ്പർ റെഡിയായില്ല എന്തോ വന്നപ്പോഴാണ് കോടതിയിൽ നിന്ന് അന്വേഷണം വന്നത്. എന്നിട്ട് ഇവൻ്റെ നേരെ അന്വേഷണം വന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാതെ പരാതിയായിട്ടല്ല. പിന്നെ കോടതിയിൽ വന്ന് വിളിച്ച് ചോദിക്കുമ്പം ചിലപ്പോൾ പറയുന്നത് തന്നെ ചിലപ്പോൾ മിസ്റ്റേക്കുകൾ വരാം. പിന്നെ ഇത് വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാൾ അയാൾ ചിലപ്പോൾ ഇതിനെപ്പറ്റി ഇതിൻ്റെ ഒരു സീരീസ് മനസ്സിലാക്കാതെ വീട്ടിൽ വച്ചിരുന്നതാവാം. പിന്നെ ഇത് പിടിക്കും എന്ന് തോന്നിയപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ഒരു 4-5 ദിവസം മുമ്പ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇവന് അന്ന് രാവിലെ, അതായത് 25-ാം തീയതി, ഈ കഴിഞ്ഞ 25-ൻ്റെ അന്ന് അവനങ്ങ് സെപ്റ്റംബർ 25-ന് അവനങ്ങ് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകണം. അവൻ ഇനി വന്നതാണ്. അപ്പോൾ തിരിച്ചു പോകാൻ നേരത്തെ എന്ത് ചെയ്തു, ആ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. ഇതൊന്നത് വില കൂടിപ്പുള്ള ഒരു വസ്തുവല്ലേ എന്ന് വെച്ചിട്ട് ഇവിടെ വന്ന് എൻ്റെ കയ്യിൽ തന്നായിരുന്നു. ഞാൻ ഇവിടെ വച്ചിരുന്നു. എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ആണ് വിജിലൻസ് വന്നപ്പോൾ ഞാൻ അതുപോലെ എടുത്തു കൊടുത്തു. കെട്ടിപ്പൊതിഞ്ഞൊരു സാധനമാണ് തന്നതുകൊണ്ട് തിരിഞ്ഞു നോക്കാറില്ല. കാരണം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ഷീൽഡുകളാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ വേറെ ഒന്നും ചോദിച്ചുമില്ല. അപ്പം ഞാൻ ഇനി കയറി വന്നായിരുന്നു. പിന്നെ അപ്പോൾ തലേ ദിവസം സാധനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ സംശയമൊന്നും തോന്നിയില്ല. ക്ഷേത്രങ്ങളിലേക്കുള്ള ശബരിമലയ്ക്കുള്ളത് പല പൂജകൾക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ അമ്മയെടുത്ത് വെച്ചപ്പോൾ അമ്മ ശബരിമലത്തെ സാധനം ഞാൻ തന്നെ പത്രത്തിൽ വായിച്ചാണ് എല്ലാം കൊടുത്തതാണ്. പിന്നെ ഇത് വാസുദേവൻ്റെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. വാസുദേവൻ ഒരു ഉചിതമായി പെരുമാറിയില്ല. എന്നാൽ ഇത് അപ്പം തന്നെ വിളിച്ചങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ഒരു വിവാദം പോലെ വരത്തില്ലായിരുന്നു. ഇത് ഇവിടെ വിജിലൻസ് എന്താണ് വന്ന് പറഞ്ഞത്? വിജിലൻസ് വന്നിട്ട് പറഞ്ഞു, ഉണ്ണിപ്പോറ്റിയെ വിളിച്ച് പറഞ്ഞു, ഉണ്ണിപ്പോറ്റി എന്ന് ഇവിടെ കൊണ്ടു തന്ന സാധനം തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് ഇവിടെ തന്നെയായിരുന്നു വച്ചിരുന്നത്. അതങ്ങനെ എടുത്തങ്ങ് കൊടുത്തു. അവർ വേറെ ഒന്നും പറഞ്ഞില്ല. ഈ വാസുദേവൻ അദ്ദേഹം മറച്ചു വെച്ചതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. വാസുദേവൻ മറച്ചു വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് പുള്ളിയുടെയിലാണ് അളവെടുത്ത് ശരിയാക്കാൻ കൊടുത്തത്. അതിനുശേഷം പിന്നെ ഇത് അതിനെപ്പറ്റി ഒരു അന്വേഷണം വന്നില്ല. മറ്റ് ലക്ഷ്യങ്ങളൊന്നും പുള്ളിക്ക് ഉണ്ടാവണമെന്നൊന്നുമില്ല. എങ്കിൽ പിന്നെ ഇത് സാധനം കാണൂല എന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് ഞാൻ. സ്പോൺസർ ചെയ്ത ആൾ ഇതിനെപ്പറ്റിയൊന്നും എത്രയോ തവണ അതിനുശേഷം അവൻ ശബരിമലയിൽ പോയി ചേർക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആരെയും മോശമായി ചിത്രീകരിക്കാനും പറഞ്ഞില്ല. അപ്പോൾ വാസുദേവൻ എന്ന് പറഞ്ഞ ആളിനും മറ്റ് ലക്ഷ്യങ്ങളുണ്ടായിരുന്നെങ്കിൽ പുള്ളി ഈ സാധനം 4.5 വർഷം അയാളെ വീട്ടിൽ വെച്ചേക്കുമായിരുന്നു. ഈ 4.5 വർഷവും വാസുദേവൻ്റെ വീട്ടിലുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അറിഞ്ഞില്ലേ? അവ അറിഞ്ഞില്ല. കാരണം ഇത് അമ്പലത്തിന് ഇത് കോടതിയിൽ വന്ന് ചോദ്യം വന്നപ്പോൾ എന്തൊക്കെ നിങ്ങൾ കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു വാസുദേവൻ്റെ വീട്ടിൽ ഉണ്ടെന്നറിഞ്ഞ് അത് ആണെന്നുണ്ടെങ്കിൽ ഇവന് പറയേണ്ട അല്ലേ, ഇതിപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനത്തെ പറ്റി നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദേവസ്വം ബോർഡിൽ അന്ന് നിങ്ങൾ എന്തൊക്കെ ഏൽപ്പിച്ചു, നിങ്ങളിലുള്ള രേഖകൾ, കോടതി എപ്പോഴും രേഖകൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ഇനിയിപ്പോൾ തന്നെയും എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. കോടതിയിൽ നിന്ന് ഇതിപ്പോൾ ഇവിടെ നിന്ന് എടുത്ത സാധനം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. വേറെ എന്തെങ്കിലും ചോദ്യം ചെയ്യലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, വിജിലൻസ് ഒന്നും ചോദിച്ചില്ല. ആര് കൊണ്ടുവന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഈ വെളുപ്പിനെ മറ്റേ വാസുദേവനാണോ വേറെ ആര്, കാരണം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇവന് 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതെന്ത് ചെയ്തു, അവനും പുള്ളി വണ്ടി ഇവിടെ നിർത്തി ഇവൻ ഇതിങ്ങനെ തന്നു ഷീഡാന്ന് പറഞ്ഞു മോനെ. കാരണം ഇത് വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ളൊരു സാധനമാണ് പീഠം.
അപ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയാമോ, സീൽ ചെയ്ത് അടച്ചു വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് ഇവിടെ വെച്ചു. ക്ഷേത്രങ്ങളിലേക്കുള്ളത് കൊണ്ടുവരാറുണ്ട്. ഷീൽഡ് ഇതേപോലെയുള്ള സാധനങ്ങളല്ല, പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇപ്പോൾ ഇതിന് കാരണമായിട്ടിരിക്കുന്നതെന്ന രീതിയിലാണ് സംസാരം പോകുന്നത്. അതായത് അവർ മറച്ചു വെച്ചു, ഉണ്ണികൃഷ്ണൻ പോറ്റി മറച്ചു വെച്ചു, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനം മറച്ചു വെച്ചു എന്ന നിലയിലാണ് ഉണ്ടായിരുന്നിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനത്തെ പറ്റി ആര് ചോദിച്ചാലും നമ്മൾ പിന്നെ അത് സാധനം പറയത്തില്ലല്ലോ. ഇപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രി ചിലപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിനെ പറ്റി എനിക്കൊന്നും ഒരിതില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൻ്റെയിലും പിന്നീട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വാസുദേവൻ തിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം പിന്നെ അദ്ദേഹം എന്തുകൊണ്ടായിരിക്കാം ഇതിൻ്റെ അധികൃതരെ അറിയിക്കാറുന്നത്? അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. വാസുദേവൻ എന്ന് പറയുന്ന ആള് പറ്റി കൊടുത്തത് 25-ാം തീയതി അല്ല, അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു. എന്നിട്ട് അവൻ തിരുവനന്തപുരത്ത് അങ്ങ് ബാംഗ്ലൂരോട്ട് പോകാൻ വേണ്ടി എയർപോർട്ടിലോട്ട് പോയപ്പോഴാണ് ഇവിടെ എത്തിയത്. അതിനൊരു 3-4 ദിവസം മുമ്പാണ് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തത്. വാസുദേവൻ കൊണ്ടുവന്നപ്പോൾ ഇത് കൈപ്പറ്റൂല. അപ്പോൾ പറഞ്ഞു നമ്മൾ രണ്ടുപേരും കൂടി ഇതിപ്പോൾ കൊണ്ടു ചെല്ലുമ്പോൾ ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും അകത്താണ് എന്ന് വിചാരിച്ചിട്ടും വാസുദേവൻ അങ്ങ് പേടി വന്നു. കയ്യിലിരിക്കുന്ന സാധനം പേടിയായി കാണും, അതുകൊണ്ട് കൊണ്ടുവന്നതായിരിക്കും, എടുത്തുകൊണ്ടുവന്നത്. സുഹൃത്താണോ? ബാംഗ്ലൂർ നിൽക്കുന്ന ഇവനെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യുന്നതിന് സുഹൃത്തുക്കളുണ്ട്. അതിലൊരാളാണ് വാസുദേവൻ. കോട്ടയം. ഈ സാധനം എടുത്ത് മാറ്റിയും തിരിച്ചും എന്തെങ്കിലും ചെയ്യണമെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ആ ആളിൻ്റെ വസ്തുവിൽ 4.5 വർഷം ഇതിരിക്കത്തില്ല. ഇതിലിപ്പോൾ പ്രതിക്കൂട്ടിൽ വന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്പോൺസർ ചെയ്ത ആളും വച്ചെടുത്തിരുന്ന ഞാനും മാത്രമാണ് വരുന്നത്, വേറെ ആരും രംഗത്തും വരുന്നില്ല. അമ്പലത്തിൽ ചെയ്തവർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ എങ്ങനെ വാസുദേവനെ എങ്ങനെ എത്തിയെന്ന് അറിയാം. കാരണം ഈ കോവിഡ് കാലത്തെ ഇതിങ്ങനെ ഇപ്പം ദേവസ്വം ബോർഡിനെ കുറ്റം പറയുന്നതല്ല, ഇതിപ്പോൾ അന്ന് ഇതായതുകൊണ്ട് സൈസ് അല്ലാത്തത് കൊണ്ട് കറക്റ്റ് അളവെടുത്ത് ചെയ്യാൻ വേണ്ടി വാസുദേവൻ്റെ കൊടുത്തതായിരിക്കും. പുതിയത് നിർമ്മിച്ച് അവിടെ എത്തിയപ്പോൾ മറ്റത് വാസുദേവൻ്റെ കയ്യിലുണ്ടായതാവാം. അതുതന്നെയാണ് ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അതോടൊപ്പം തന്നെ കുടുംബത്തിനും ഈ പീഠം അത് തെറ്റായ മാർഗത്തിലേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നായാലും ശരി, പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള പരാമർശങ്ങളേറെ വേദനിപ്പിച്ചു എന്നും പറയുന്നു. രഞ്ജിത്തിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം.